ഈ ഫസ്റ്റിലെ മമ്മൂക്ക എവിടെ വെച്ചാണ് കാണുന്നത്? മമ്മൂക്കായെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് മേള എന്ന പടത്തിന്റെ ലൊക്കേഷൻ. ഓ, മേളയിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്? ഞാൻ വർക്ക് ചെയ്ത് അന്ന് ആ പടത്തിലെ ഹീറോ എന്ന് പറയുന്ന ഒരു കുള്ളന രഘു എന്ന് പറഞ്ഞൊരാളാണ്. ഞാൻ ഓർക്കുന്നുണ്ട് ആ ഫിലിം. അപ്പം അവിടെ നിന്ന് ഞങ്ങളെ ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ വരികയാണ്, എറണാകുളത്ത്. അവിടെ സർക്കസിലാണ്, ഭാരത് സർക്കസ് എന്ന് പറഞ്ഞ സർക്കസാണ്. അവിടെയാണ് മമ്മൂക്ക എൻട്രി ആവുന്നത്. അപ്പോൾ അവിടെ അന്നത്തെ ഒരു ഫേമസ് നടനല്ല അല്ലേ? അല്ല, ആയി വരുന്നതേ ഉള്ളു. ഒരു ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ കൂടെ ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ട്, അഷറഫ് എന്ന് പറഞ്ഞ. ഇവർ രണ്ടുപേരും കൂടെയാണ് അഭിനയിക്കാൻ വന്നത്. അവൻ ഇടയ്ക്ക് ഞാൻ മമ്മൂക്കാട് ചോദിച്ചാ അങ്ങനെ പറ്റി. അപ്പൊ പറഞ്ഞ അദ്ദേഹം ഗൾഫിൽ പോയി, അങ്ങോട്ട് പോയി, ഞാനിവിടെ നിന്നെന്ന് പറഞ്ഞു. ഓ, എന്തോ പേര്? അഷറഫ്. അഷറഫ്. എനിക്ക് അദ്ദേഹത്തിന്റെ ഈ അഷറഫ് എന്ന് പറയുന്ന കക്ഷിയുടെ ഏറ്റവും ഇളയ അനിയൻ ഒരു പയ്യനുണ്ട്, ഫ്രീക്കം പയ്യനാണ്. സൗദി അറേബ്യയിൽ എന്റെ കൂടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു ഞാൻ. അപ്പൊ അവൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, മമ്മൂക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്റെ ജ്യേഷ്ഠൻ. ഞങ്ങൾ കളിയെന്ന് വിചാരിച്ചു. പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായത് സത്യമാണ്. മേള എന്ന് പറഞ്ഞ പടത്തിൽ രണ്ടുപേരും വന്നതാണ്. അത് ഈ കൂടെ വന്ന കൂട്ടുകാരൻ വില്ലനായിട്ടും മമ്മൂക്ക നല്ലവനുമായിട്ടുമാണ് അതില് അഭിനയിച്ചത്. അത് ഫൈറ്റൊക്കെ ഉണ്ടായില്ലേ, അതിൽ അഭിനയിച്ചല്ലേ? പുള്ളി അഭിനയിച്ചു, രണ്ടുപേരും കൂടെ തന്നെ അഭിനയിച്ചു. അപ്പൊ അന്ന് രാത്രി അവിടെ സർക്കസ് കഴിയുമ്പോൾ ഒരു 10-12 മണിയാവും. അന്ന് രാത്രി മമ്മൂക്ക ഒരു പാട്ട് സീൻ എടുക്കണം. അതായത് അന്ന് രാത്രി എടുക്കാൻ പറ്റത്തുള്ളൂ അവിടെ. ആ പാട്ടെന്ന് പറയുന്നത് മനസ്സൊരു മാന്ത്രിക കുയില എന്നൊരു പാട്ടുണ്ട്, നല്ല പാട്ടാണ്. അന്ന് ഞങ്ങൾ വെളുക്കുന്നവരെ ആ പാട്ട് തീർന്നു. വെളുക്കുന്നവരെ മമ്മൂക്ക ആ പാട്ട് തീർത്ത്. ഒന്നുമില്ല, അന്ന് വരുന്ന കാലമല്ലേ. പക്ഷെ അന്നും അദ്ദേഹം ആ ജോലി അവിടെയുള്ള, അതായത് അഭിനയമല്ല, പുള്ളിയുടെ ഒരു ജോലി പോലെ തന്നെ ആത്മാർത്ഥതയായിട്ടിരിക്കും. ഡെഡിക്കേഷൻ അല്ലേ പുള്ളി? അതെ, ഇന്നും അതുപോലെ തന്നെയാണ്. അങ്ങേർക്ക് ഈ വർക്കിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പ്രായമായെന്ന അങ്ങനത്തെ ഒരു ഇതുമില്ല. ഇന്നും അദ്ദേഹം ടാക്ക് മാത്രമല്ല, അങ്ങേര് സ്റ്റണ്ടായാലും സീനായാലും എല്ലാത്തിനും ആംബിയറായിട്ട് തന്നെ നിൽക്കും. ഇപ്പോഴത്തെ നമ്മൾ പറയാൻ പറ്റില്ല. ഇപ്പോഴുള്ള തലമുറ എന്ന് പറയുന്നത് അവര് ഒരു പടം കഴിഞ്ഞ് 2 പടം. ഞാൻ 1973 ഞാൻ തുടക്കം. അതായത് ആരോമലുണി എന്ന് പറഞ്ഞ പടം ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിലാണ് ഞാൻ തുടക്കം. ആ കാലഘട്ടം മുതൽ ഇന്നും ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ പെൻഷനായെങ്കിലും ഇപ്പോഴും ഞാൻ പോയി ഔട്ട്ഡോറിൽ പോയി സൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അന്നും ഇന്നും ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ഇന്നും കാണുന്നുണ്ട്. പക്ഷെ അന്നുള്ളവർ ഇന്നും നിൽക്കുന്നുണ്ട്. പക്ഷെ വെറൈറ്റി മമ്മൂക്ക വെറൈറ്റി തന്നെ. വെറൈറ്റി ലാസ്റ്റിൽ മമ്മൂക്ക എപ്പോഴാണ് നിങ്ങൾ കണ്ടത്? ഞാൻ അവിടെ ഈ പടം ഉണ്ടല്ലോ, ഭീഷ്മപർവം. അതിൽ ഞാൻ നാഗര കൊണ്ടുപോയി. ആ പാട്ടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അല്ലല്ല, ഇപ്പൊ ഇറങ്ങിയ പുതിയ പടം നല്ല പടം, ഓടിയ നല്ല പടം. അപ്പൊ അതിന് നാഗര വേണം. അതായത് ഈ പണ്ട് റെക്കോർഡിങ്ങും പാട്ടിടുന്നതൊക്കെ. അപ്പൊ ഞാനാണ് അത് പ്ലേ ചെയ്തത്, പാട്ടിടുന്നത്. ആ സീന് അല്ല, ഒരു പാട്ട് ഒരു സിനിമ ഷൂട്ടിങ്ങിന് സെറ്റപ്പിന് വേണ്ടി കൊണ്ടുപോയത്. ആ നാഗര എന്ന് പറഞ്ഞ പഴയ നാഗര നമ്മുടെ കയ്യിലേ ഉള്ളു. ഇപ്പൊ ഇവിടെ എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളു. കാര്യം അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പലരും ഈ നാഗര, ഇത്രയും പഴക്കമുള്ള നാഗര നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ, ഞാൻ മദ്രാസിൽ ഞാൻ ചിത്രാഞ്ജലിയിലെ നാഗര കൊണ്ട് സർവീസിനൊക്കെ പോകും. അപ്പൊ അങ്ങനെ പോകുമ്പം അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു എഞ്ചിനീയറുണ്ട്. അങ്ങേര് പറഞ്ഞ് ഇവിടെ ഒരു നാഗര സെറ്റപ്പ് കൊടുക്കാതിരിക്കണം എന്ന് പറഞ്ഞു. അത് പണ്ട് MGR ഉലകം ചുറ്റും ബാലിവൻ എന്ന് പറഞ്ഞ പടത്തിന് സ്വിറ്റ്സർലാൻഡിൽ പോയപ്പം പുള്ളി വാങ്ങിച്ചതാണ്. അപ്പോൾ അത് ആ പടങ്ങൾ ഒരുപാട് പടം അതിൽ ചെയ്തതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് കൊടുക്കാനിരിക്കുകയാണ്, വേണമെങ്കിൽ ആ സെറ്റപ്പോടെ എടുത്ത് അവരെ സ്റ്റുഡിയോ ഒക്കെ പിരിഞ്ഞ് അയാളും MGR മരിച്ചല്ലേ. പിന്നെ അത് അങ്ങനെ ഇത് നാഗര മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. ഞാനങ്ങനെ പോയി നോക്കിയപ്പോൾ കാണാൻ കൊള്ളാം, എല്ലാ സെറ്റപ്പും ഉണ്ട്. കൊണ്ടുപോയി അങ്ങ് വർക്ക് ചെയ്താൽ മതി. പിന്നെ വർക്കിംഗ് കണ്ടീഷൻ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പോന്നു. പിന്നെ പൈസ ഇല്ലല്ലോ, പെട്ടെന്ന് വന്നേ. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ 2 ദിവസത്തിനകം വരാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും ഹൈദരാബാദിൽ നിന്ന് ആള് ഇന്ന് വരുമെന്ന് പറഞ്ഞു. ആ സാധനത്തിന് വരെ അവർ പറഞ്ഞതിനേം കാട്ടി, എൻ്റെ അടുത്ത് പറഞ്ഞതിനേം കാട്ടി കൂടുതൽ വിലയ്ക്ക് എടുക്കാൻ വേണ്ടി. അദ്ദേഹം പറഞ്ഞ നിങ്ങൾ വന്നില്ല, നിങ്ങൾ എന്നെ അടുത്തൊന്നും എനിക്ക് ആ നാഗര ഇന്ന് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്, വീട്ടിലുണ്ട്. ഞാനിപ്പോൾ അത് കൊടുക്കത്തില്ല. കാര്യം അതെൻ്റെ
ജീവിതത്തിലെ ഒരു വലിയ വഴിത്തിരിവാണ്. കാരണം എന്താ വെച്ചാൽ അതിൽ ചെയ്ത പടങ്ങളൊക്കെ ഉണ്ടല്ലോ, സൂപ്പർ ഹിറ്റ് പടങ്ങളാണ്. ഏതൊക്കെ പടങ്ങൾ അതിൽ ചെയ്തിട്ടുണ്ട്? അതിൽ ചെയ്യാത്ത പടങ്ങളില്ല. മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് എല്ലാവരും വെച്ച് ചെയ്തിട്ടുണ്ട്. അതെല്ലാം സൂപ്പർ ഹിറ്റ് പടങ്ങളാണ്. എൻ്റെ മകനാണ് കൂടുതലും കൊണ്ടുപോയിട്ടുള്ളത്. എൻ്റെ മകനെ ഞാൻ അത് പഠിപ്പിച്ചെടുത്ത് പിന്നെ വേറെ ആൾക്കാരെ കൂടെ പറഞ്ഞയച്ച് അങ്ങനെ കൂടെ വർക്ക് ചെയ്ത് രാജമാണിക്യം മുതൽ എന്ന് വേണ്ട തന്മാത്ര, പളുങ്ക്, കാഴ്ച, പടത്തിൻ്റെ പറഞ്ഞ മൊത്തം പടങ്ങളും സൂപ്പർ ഹിറ്റ് പടങ്ങളാണ്. പക്ഷെ അത് ഇന്ന് ഞാൻ ചില സെറ്റിലൊക്കെ അന്ന് ആഗ്രഹം കൊണ്ടുപോയി വെച്ചേക്കും. കാര്യം എന്താ പറയുക, അതൊരു ഭാഗ്യം, ഒരു ഐശ്വര്യമാണ്. അപ്പോൾ ആ പടമെങ്കിലും ഇതിൻ്റെ ഒരു ഇതുകൊണ്ട് ഓടട്ടെ എന്ന് വെച്ച് ഞാൻ ഇന്നും ചില സെറ്റിലൊക്കെ കൊണ്ടുപോയി അങ്ങ്. ടോട്ടൽ എത്ര വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ട്? നിങ്ങൾ എത്ര സിനിമ ചെയ്തിട്ടുണ്ട്? പടം എത്രയാണെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. അങ്ങനെ അപ്പോഴും നമ്മൾ പറഞ്ഞു വന്ന മമ്മൂക്കായ ആദ്യം നിങ്ങൾ അവിടെ വെച്ച് കണ്ടു. അതെ അതെ. ലാസ്റ്റ് കണ്ടത് അവിടെ വെച്ച്